ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളത്തിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. പുതിയ സിലബസ് പ്രകാരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താണ്, നിങ്ങൾ ഓൾഡ് സിലബസ് പ്രകാരമുള്ളതാണ്. അപ്പോൾ മലയാളത്തിൽ നിന്ന് എന്തായാലും പുറത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരും അല്ലേ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താണ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും ഉത്തരങ്ങളിലെ. അപ്പോൾ നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പുതിയ സിലബസ് പ്രകാരം ഈ നിങ്ങളുടെ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ. ഒരു കളിയെ കുറിച്ചിട്ടില്ലേ, നമ്മൾ ഒളിച്ചുകളി എന്ന് പറഞ്ഞ പാഠഭാഗമുണ്ട്. അപ്പോൾ ഒരു ഒളിച്ചുകളി അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ഒരു കളിയെ കുറിച്ചിട്ട് ഒരു അനുഭവം എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു അനുഭവം, നിങ്ങളുടെ കുട്ടിക്കാല അനുഭവം, മഴക്കാല അനുഭവം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം എന്തായാലും ചോദിക്കും. അപ്പോൾ ഒരു അനുഭവം പഠിച്ചു വെക്കുക. അപ്പോൾ ഒളിച്ചുകളി എന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് ഇത് വളരെ എളുപ്പവും രസവുമുള്ള ഒരു കളിയാണ്. സാറ്റ് കളി എന്നും ഒളിച്ചുകളി അറിയപ്പെടുന്നുണ്ട്. ആദ്യം ഒരാൾ കണ്ണ് പൊത്തി 1 മുതൽ 50 വരെ എണ്ണും. ഈ സമയം കൊണ്ട് ബാക്കിയുള്ള കളിക്കാർ ഒളിച്ചു നിൽക്കണം. എണ്ണിയ ആൾ ഒളിച്ചു നിൽക്കുന്ന എല്ലാവരെയും കണ്ടുപിടിക്കണം. ഒളിച്ചു നിൽക്കുന്നവർക്ക് എണ്ണിയ ആളുടെ പേര് പറഞ്ഞ് സാറ്റ് അടിക്കുകയും ചെയ്യാം. ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആളായിരിക്കും അടുത്തതായി എണ്ണേണ്ടത്. ഇങ്ങനെ കളി തുടരാം. ഒളിച്ചുകളി എല്ലാവർക്കും അറിയാം. ഇതൊരു കളിയെ കുറിച്ചിട്ടാണ്, അപ്പോൾ ഒളിച്ചുകളിയെ കുറിച്ചിട്ടാണ് വിവരിച്ചത്. ഇനി കളി അനുഭവം ചോദിച്ചാൽ കളീൻ്റെ ഇടയിലുണ്ടായ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം അല്ലേ, ഒളിച്ചു നിൽക്കുമ്പോൾ ഒരാളെ കാണാതായില്ലേ, അല്ലെങ്കിൽ ഒളിച്ചു നിന്നിട്ട് എവിടെയെങ്കിലും മരത്തിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിപ്പോയി അല്ലേ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി എഴുതുക അല്ലേ. അനുഭവം എന്ന് പറയുമ്പോൾ ഒരു അനുഭവം ആക്കി എഴുതണം. 2, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏത്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഇതിലേതാണ്? വിത്തായം ചെന്നാൽ പത്തായം നിറയും, പത്തായം പെറും ചക്കി കുത്തും, അമ്മ വെക്കും ഉണ്ണി ഉണ്ണും. ചുക്കില്ലാത്ത കഷായമില്ല, കണ്ടപ്പോൾ കരിമ്പ്, കടിച്ചപ്പോൾ ഇരുമ്പ്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏതാണ്? ഉത്തരം വിത്തായം ചെന്നാൽ പത്തായം നിറയും. അപ്പോൾ ആദ്യത്തേതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല്. അല്ലെങ്കിൽ ഏതെങ്കിലും പഴഞ്ചൊല്ല് എഴുതാൻ പറയും അല്ലേ, അപ്പോൾ നിങ്ങൾ കുറച്ച് പഴഞ്ചൊല്ല് പഠിച്ചു വെക്കുക. എൻ്റെ വേനൽ അനുഭവക്കുറിപ്പ്. അപ്പോൾ വേനൽക്കാലത്തുള്ള അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഭവക്കുറിപ്പ് എഴുതാൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാം അല്ലേ. വേനൽക്കാലം എല്ലാവർക്കും ഇഷ്ടമാണ്. തെളിഞ്ഞ ആകാശം, ഇഷ്ടം പോലെ കളിക്കാം. മരങ്ങളിൽ കായ്കളും പഴങ്ങളും ഇഷ്ടം പോലെ കിട്ടും. നിറയെ പൂക്കളും തുമ്പികളും തെളിഞ്ഞ പുഴയും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ വേനൽ കടുക്കുമ്പോൾ സ്ഥിതിയാകെ മാറും. മരങ്ങളും ചെടികളും ജന്തുക്കളും ഒരു തുള്ളി വെള്ളത്തിനായി കാത്തു നിൽക്കും. വാടിക്കരിഞ്ഞ ചെടികളും വെള്ളത്തിനായി പാറുന്ന പക്ഷികളും എവിടെയും കാണാം. വേനലായാൽ ഞങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ പാർക്കിൽ പക്ഷികൾക്ക് കുടിവെള്ളം പാത്രത്തിൽ കെട്ടിത്തൂക്കി വെക്കും. ധാരാളം പക്ഷികൾ വെള്ളം കുടിക്കാൻ വരും. മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. എന്താണ്, വേനൽക്കാലമായാൽ വെള്ളം വറ്റി വരലും, അപ്പോൾ പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടാതാവും. അതേപോലെ നിങ്ങളുടെ കളിക്കാനൊക്കെ നല്ല രസമായിട്ടുള്ള കാലമാണില്ലേ, മരങ്ങളിൽ പൂക്കൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേനൽക്കാലം അല്ലേ ഒരു അനുഭവം പോലെ എഴുതുക. താഴെ പറയുന്നവയിൽ വിശേഷിപ്പിച്ച് പറയുന്ന വാക്കേത്? മുല്ല, വമ്പത്തി, ചെമ്പകം, കരയുക, ഓടുക. അതിൽ വിശേഷിപ്പിച്ച് പറയുന്ന വാക്കേതാണ്? വമ്പത്തി ചെമ്പകമാണ് അല്ലെ. ഒരു വിശേഷിപ്പിച്ച് പറയുകയാണ് ചെമ്പകത്തിനെ, വമ്പത്തി ചെമ്പകം ഒരു വിശേഷണമാണ്. മുല്ല എന്ന് പറഞ്ഞാൽ ഒരു പൂവാണ്, കരയുക, ഓടുക അതൊന്നും വിശേഷിപ്പിച്ച് പറയല്ലേ, അതൊരു പ്രവൃത്തിയാണല്ലേ. വമ്പത്തി ചെമ്പകം എന്നുള്ള ചെമ്പകത്തിനെ വിശേഷിപ്പിച്ചിട്ട് പറയാണ് വമ്പത്തി ചെമ്പകം. 5, കുഞ്ഞു പൂമ്പാറ്റ എന്ന് അർത്ഥം വരുന്ന വാക്ക് ഏത്? ഇപ്പോൾ കുഞ്ഞു പൂമ്പാറ്റ, ചെറിയ പൂമ്പാറ്റ, വമ്പത്തി പൂമ്പാറ്റയാണോ, കുഞ്ഞി പൂമ്പാറ്റയാണോ, നർത്തകി പൂമ്പാറ്റയാണോ, മഴവിൽ പൂമ്പാറ്റയാണോ അല്ലേ? കുഞ്ഞി പൂമ്പാറ്റയാണ് അല്ലേ, കുഞ്ഞു പൂമ്പാറ്റ, ചെറിയ പൂമ്പാറ്റ എന്നുള്ളത് അർത്ഥം വരുന്ന വാക്ക്. ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. ആരെങ്കിലും ഒരാളുടെ ജീവചരിത്ര കുറിപ്പ് അല്ലേ, ആരതാന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്നുള്ള പാഠഭാഗം എഴുതിയ ആളെ പേരാണ് ജനു അല്ലേ. അപ്പോൾ ജനുവിൻ്റെ ജീവചരിത്ര കുറിപ്പ് അല്ലേ, ജീവചരിത്ര കുറിപ്പ് എഴുതാൻ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഒരു ജീവിത ചരിത്രക്കുറിപ്പ് എഴുതാനുണ്ടാവും. അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് അവരേതൊക്കെ കൃതികളാണ് എഴുതിയതല്ലേ, അവരുടെ ഒരു കുറിപ്പ് എഴുതാൻ. ജനുവിൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് ഞാനിവിടെ എഴുതിയത്. ജനു എന്ന തൂലികാനാമത്തിൽ ബാല്യസാഹിത്യ രചനകൾ നടത്തുന്നു. അപ്പോൾ തൂലികാനാമം ജനു ആണ്. പൂർണ്ണനാമം KB ജനാർദ്ദനൻ. അപ്പോൾ KB ജനാർദ്ദനനാണ് പൂർണ്ണനാമം. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് 1959 സെപ്റ്റംബർ 1 ജനിച്ചു. ഭൂമിയിലെത്തിയ വിരുന്നുകാരിലെ നമ്മുടെ പാഠഭാഗം 3ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. ഫീലിയാസ് ഫോഗിൻ്റെ ലോക പര്യടനം, സൂര്യനെ തൊടാനായി, പയറു മുതിരയായ കഥ, ആനയും തയ്യൽക്കാരനും തുടങ്ങിയ പ്രധാന കൃതികൾ. പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് രണ്ടല്ല, ആനയും തയ്യൽക്കാരനും അല്ലെ, പയറ് മുതിരയായ കഥ 2 പഠിച്ചു വെക്കുക. അതുപോലെ നമ്മുടെ പാഠഭാഗം എഴുതിയതല്ലേ, ഭൂമിയിലെ വിരുന്നുകാർ എന്ന പാഠഭാഗം എഴുതിയതാണ് അല്ലേ. KP ജനാർദ്ദനനാണ് പേര്. തൂലികാനാമാണ് ജനു അല്ലേ. ബാക്കി ഡേറ്റൊക്കെ മിക്കവാറും എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും അല്ലേ, അത് വെച്ചിട്ടൊരു ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് ചോദിക്കേണ്ടത് അല്ലേ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെ, ഗാന്ധിജിയെ കുറിച്ചിട്ട് ജീവചരിത്രക്കുറിപ്പ്. അപ്പോൾ ആരെ കുറിച്ചാണെന്ന് ഉറപ്പില്ല, ഒന്നെങ്കിൽ ജനുവിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മോഹൻദാസ് നമ്മുടെ ഗാന്ധിജിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചായിരിക്കും അല്ലേ. അപ്പോൾ ഇൻസ് തന്നിട്ടുണ്ടായിരിക്കും, അത് വെച്ചിട്ട് ഇതേപോലെ അല്ലേ കൃതികളൊക്കെ വെച്ചിട്ടൊന്ന് നീട്ടി എഴുതുക.
ഓക്കെ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ആണ് ബാപ്പുജി എന്ന ഗാന്ധിജി ജനിച്ചത്. അപ്പോൾ ഗാന്ധിജിൻ്റെ പേര് ബാപ്പുജി ആണെന്ന് പഠിച്ചു വെക്കൽ അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത് അല്ലേ. ലാസ്റ്റ് മരണം, ഫസ്റ്റ് ജനനം, പിന്നെ നടുവിൽ കൃതികൾ എഴുതിയിട്ട് അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഹിൻസൊക്കെ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാകും. ഓക്കെ, ഡേറ്റും കാര്യങ്ങളൊക്കെ. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്, ഇതെല്ലാവർക്കും അറിയില്ലേ. മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധിയാണ്. മാതാവ് പുത്ലിബായിയും പിതാവ് കരംചന്ദ് ഗാന്ധിയുമാണ്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിലും അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഇങ്ങനെ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ അത് എഴുതുക അല്ലെ. ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെയാണെന്നുള്ള ആ ഫോമാണ് കാണിക്കുന്നത് രൂപം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മഹാനാണ് അദ്ദേഹം. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയാണ് അദ്ദേഹം നയിച്ച പ്രധാന സമരങ്ങൾ അല്ലെ. ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യയാണ് സമരത്തിൻ്റെ പേരുകൾ. ആരെയും ദ്രോഹിക്കാത്ത അഹിംസാ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരങ്ങളുടേത്. ആരെയും ദ്രോഹിക്കാത്ത അഹിംസാ രീതിയിലെ യുദ്ധങ്ങളല്ല രീതി അല്ലേ. ഗാന്ധിജിയുടെ ആത്മകഥാ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി മരണപ്പെട്ടത്. മലയാളം ആയതുകൊണ്ട് തന്നെ എന്ത് വരും ഏത് വരും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു പൊതുവായ വിവരം ഉണ്ടാവുക അല്ലേ എങ്ങനെയൊക്കെ ഏതൊക്കെ എഴുതണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് വായ്ത്താരി ചോദിച്ചാലല്ലേ, വരികൾ ചേർന്നൊരു വായ്ത്താരി കണ്ടെത്താമോ അല്ലേ. ഏതെങ്കിലും ഒരു വായ്ത്താരി ചോദിച്ചാൽ തിന്തക 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 തിന്താരം അല്ലേ, ഇങ്ങനെയുള്ളൊരു വരിയാണ് വായ്ത്താരി എന്ന് പറയുന്നത്. ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. വായ്ത്താരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ. അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്ത് ചൊല്ലൂ. അപ്പം അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നില്ലേ. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ്, അഞ്ചാമൻ ഓമന കുഞ്ചുവാണ് അല്ലെ, അഞ്ചാഞ്ചാന്ന് വരുന്നത്. അപ്പോൾ ഈ പാട്ട് എല്ലാവർക്കും അറിയാലേ. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു. വഞ്ചിയിൽ പഞ്ചാര ചാക്ക് വെച്ച് തുഞ്ചത്തിരുന്നു തുയഞ്ഞു കുഞ്ചു, ഇഞ്ചി കടിച്ച് രസിച്ചു കുഞ്ചു. അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന ഒരു കവിതയാണ്, ഒരു പാട്ടാണ്. അതേപോലെ തന്നെ പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു അല്ലെ. ഏതെങ്കിലും ഒരു കവിത ഉണ്ടാക്കി എഴുതാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ വെച്ചിട്ടില്ലേ എഴുതുക അല്ലെ. അക്ഷരങ്ങൾ ഒരു ആവർത്തിച്ച് വന്ന രസം ഉണ്ടാവില്ലേ കവിതക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ കവിതയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എഴുതുക. എല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂടുണ്ടാക്കുന്ന ജീവികൾ ഏതൊക്കെ? കുരുവി, കാക്ക, മനുഷ്യൻ, ഉറുമ്പ്, തേനീച്ച, വേളാട്ടൻ, കടന്നൽ. കൂട്ടായി ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണ്? പാടത്ത് ഞാറ് നടുന്നത് കൂട്ടായിട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതാണല്ലേ. വള്ളം കരക്കടുപ്പിക്കുന്നത്, തോണിയിലെ വഞ്ചി അടുപ്പിക്കുന്ന എല്ലാവരോടും കൂടി ചെയ്യുന്നതാണ്. ഉത്സവം നടത്തുന്നത്, അപ്പോൾ ഇതൊക്കെ കൂട്ടായി ചെയ്യുന്ന ജോലികളാണ്. അതുപോലെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണ്? ചൂണ്ടയിടൽ, മീൻ വിൽപ്പന, ചുമടെടുക്കൽ, മുറ്റമടിക്കൽ, പത്രവിതരണം, കരിക്ക് വിൽക്കുന്നത്, ബസ് ഓടിക്കുന്നത് അല്ലെ. കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാകുന്നത് അല്ലെ. കൃഷിയിൽ നിന്ന് നമുക്ക് കുറേ വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നില്ലേ. അതുപോലെ വേറെ ഏതെന്നൊക്കെയാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വീട് പണിയിൽ നിന്ന് കുറേ വാക്കുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ. ഇപ്പോൾ തൊഴിലും ഭാഷയും എന്ന പാഠഭാഗമല്ലേ. ഇപ്പോൾ തൊഴിലിൽ നിന്ന് കുറേ ഭാഷകളിലെ വാക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെ വാക്കുകളാണ് ഉണ്ടാവുന്നത് അല്ലേ. ആദ്യം നമ്മൾ വീടിന് തറ കെട്ടും അല്ലേ. വാനം മാന്തുക, തറ കെട്ടുക, കട്ടിള വെക്കൽ, ഓടുമേക്കുക, തേപ്പ്, പെയിൻ്റ് അടിക്കൽ, ടൈലിടൽ, ഷീറ്റിടൽ, ഭിത്തികെട്ടൽ, വാർക്ക, വയറിങ്, പ്ലംബിങ്, പൂന്തോട്ട നിർമ്മാണം. ഈ വാക്കുകളൊക്കെ വീടുപണിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലുള്ള പണിയുപകരണങ്ങൾ ഏതൊക്കെയാണ്? തൂമ്പ, ചട്ടി, കുലശ്ശേര്, കുട്ട, മുയക്കോല്, ഉളി, ചുറ്റിക, ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ ഏതൊക്കെയാണ്? വീട്ടിൽ വെണ്ണ വെച്ച് അയലത്ത് നെയ്യിരക്കുക, പുരക്ക് തീ പിടിക്കുമ്പോൾ വായ വെട്ടുക. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. പുരക്ക് തീ പിടിക്കുമ്പോഴാണോ വായ വെട്ടുന്നത് എന്നല്ലേ. വീടിന് ഉതകാത്തവൻ നാടിന് ഉതകുമോ അല്ലെ. വീടിനൊരു കാര്യമില്ലാത്തവൻ എങ്ങനെയാണ് നാടിന് ഒരു ഉപകാരപ്പെടുന്നത് അല്ലേ. അങ്ങനത്തെ വീടുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ. ചിത്രം തന്നിട്ട് ചിത്രത്തിൽ എന്തൊക്കെയാണ് വിവരിക്കുന്നതിൽ എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത്, വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയൂ. അപ്പോൾ ചിത്രത്തിൽ അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നു, അച്ഛൻ തേങ്ങ ചിരവുന്നു, മുതിർന്ന കുട്ടി അലമാരയിൽ നിന്നും ഒരു തിന്നെടുക്കുന്നു, ചെറിയ കുട്ടി പാവയുമായി കളിക്കുന്നു, അടുക്കളയിൽ വേറെയും ജോലികളുണ്ട്. കറിക്കരക്കുക, ചോറും കറിയും വെക്കുക, കാപ്പിയും ചായയും വെക്കുക, പാത്രം കഴുകുക, അടുക്കള വൃത്തിയാക്കുക, അരക്കുക തുടങ്ങി ധാരാളം ജോലികളുണ്ട്. അടുക്കള പണിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അടുക്കള പണിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? പാചകം, വിളമ്പൽ അല്ലെ, അരക്കൽ. ഇതൊക്കെ വാക്കുകളാണല്ലേ, നമ്മൾ ചെയ്യുന്ന വാക്കുകൾ, അടുക്കളയിലുള്ള വാക്കുകൾ അല്ലേ. അരക്കൽ, അരിയൽ, പൊടിക്കൽ, കലവറ, വേവിക്കൽ, പാചകക്കാരൻ. ഇതൊക്കെ അടുക്കളയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അടുക്കളയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ അല്ലേ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കള ദോഷം ആദ്യം മാറ്റണം, അടുക്കള പിണക്കം അടക്കി വെക്കണം. അടുക്കളയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. അരി തിളച്ചു മറിയുന്നത് അല്ലെ. അരി തിളച്ചു മറിയുന്നതാണ് അല്ലെ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി, അതായത് വെള്ളം ഇങ്ങനെ തിളച്ചു വരുന്നത്. ഓക്കെ. ഞെട്ടില്ല വട്ടയിലം പപ്പടമാണ്. അടുക്കള കോവിലിൽ 3 ദൈവങ്ങൾ അല്ലെ. 3 ദൈവങ്ങൾ ഏതാണ്? അടുപ്പാണ്. അരക്ക് കെട്ടുള്ളവൻ നിലമടിച്ചു, ചൂലിൻ്റെ അരക്ക് കെട്ടില്ലേ. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്, ചിരവ അല്ലെ. മുമ്പോട്ടാണ് ചിരവൻ്റെ വാലുള്ളത്. അതൊക്കെ കടങ്കഥകൾ അല്ലേ. കടങ്കഥകൾ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ ഒരു അടുക്കളൻ്റെ കുറിപ്പിൽ ഏതെങ്കിലും കുറിപ്പ്, പത്രവാർത്ത അങ്ങനെയൊക്കെ പുറമേന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ കുറിപ്പിലെ വീട്ടിലെ പ്രധാന ഭാഗമാണ് അടുക്കള. ഭക്ഷണം പാചകം ചെയ്യാനുള്ള മുറിയാണ് അടുക്കള. ഭക്ഷണം കഴിക്കാനും പാത്രം കഴുകാനും ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനും അടുക്കള ഉപയോഗിക്കുന്നു. ഭക്ഷണം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന ഇടവും സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗം തന്നെയാണ്. എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത് അല്ലേ? പണിയെടുക്കുമ്പോഴുള്ള പാട്ടിലെ തടിപിടി ഏലേമാലി ഐസ എലിട്ടപ്പൂവേ ഐസ അതില്ലേ? അപ്പോൾ ആ പാട്ടൊക്കെ എന്തിനാണ് പാടുന്നത് അല്ലേ? ഒത്തിരി അധ്വാനഭാരം ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അധ്വാനഭാരം കുറക്കാൻ പാട്ടുകൾ പാടാറുണ്ട്. പാടുമ്പോൾ അവർ ജോലിഭാരം മറക്കുന്നു. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. ചെയ്യുന്ന ജോലി പ്രയാസം എങ്കിലും എളുപ്പമുള്ളതായി അവർക്ക് അനുഭവപ്പെടുന്നു. ഈ കവിതയിലെ സന്ദേശമടങ്ങുന്ന വരികൾ കണ്ടെത്താമോ? ഇതേ സന്ദേശമടങ്ങുന്ന മറ്റ് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ. അപ്പോൾ ഒത്തുപിടിച്ചാൽ ഐസ മലയും പോരും ഐസ. ഇതേ സന്ദേശമടങ്ങുന്ന പഴഞ്ചൊല്ല്, അതായത് ഒത്തൊരുമിച്ചാൽ മലയും പോരില്ലേ, ഒത്തുപിടിച്ചാൽ ഐസ അല്ലെ മലയും പോരും, ഒത്തൊരുമിച്ചാൽ മലയും പോരും, ഒരുമ തന്നെ പെരുമ, ഐക്യമത്യം മഹാബലം, പല തുള്ളി പെരുവെള്ളം. അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശം, ഇതേ സന്ദേശമടങ്ങുന്ന ചൊല്ലുകളാണ്, പഴഞ്ചൊല്ലുകളാണ്. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെക്കണം. നേരത്തെ നമ്മൾ ഒരു കളിയെ കുറിച്ചിട്ട് എഴുതി. കളി അനുഭവം അല്ലേ? കഴിഞ്ഞ വേനലവധിക്കാലം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒളിച്ചുകളി കളിക്കാൻ തീരുമാനിച്ചു. ഞാനായിരുന്നു എണ്ണേണ്ട ആൾ. ഞാൻ എണ്ണാൻ ആരംഭിച്ചു. എല്ലാവരും ഒളിച്ചു. അവരെ കണ്ടുപിടിക്കാൻ ഞാൻ എല്ലായിടത്തും ഓടി. അവസാനം ഒരാളെ ഒഴികെ എല്ലാവരെയും കണ്ടുപിടിച്ചു. അപ്പുവിനെ മാത്രം കണ്ടെത്തിയില്ല. ഒത്തിരി സമയം കഴിഞ്ഞു അവനെ കാണുന്നില്ല. എല്ലാവരും പേടിച്ചു. മറ്റു കൂട്ടുകാരും ചേർന്ന് അവനെ അന്വേഷിച്ചു. ഞങ്ങൾ പേടിച്ച് കരച്ചിലായി. അപ്പോഴാണ് കണ്ടത് അച്ചു മരച്ചുവട്ടിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പുവിനെ കണ്ടപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ഒരു കളി അനുഭവം എഴുതാൻ എന്തായാലും ചോദിക്കുന്നതാണ്. കുതിര എന്നും തല എന്നും രണ്ട് വാക്കുകൾ ചേർന്ന് കുതിരത്തല എന്ന ഒറ്റ വാക്കായി. ഇത്തരത്തിൽ രണ്ട് വാക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന മറ്റെല്ലാം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാവും. കുതിര പ്ലസ് തല കൂട്ടി എഴുതാനുണ്ടാവും. അതേപോലെ പിരിച്ചെഴുതാനുണ്ടാവും. പിരിച്ചെഴുതാൻ കുതിരത്തലനെ കുതിര പ്ലസ് തല എന്ന് എഴുതണം. ഒഴിവ് കാലത്തിന് ഒഴിവ് പ്ലസ് കാലം. മരക്കാലി എന്നുള്ളതിനെ മരം പ്ലസ് കാല്. വർണ്ണ പ്ലസ് കടലാസിലെ പിരിച്ചെഴുതാനില്ലേ? കടലാസ് ഒട്ടിച്ചു എന്നുള്ളതിനെ പിരിച്ചിട്ട് രണ്ടാക്കിയിട്ടില്ലേ? കടലാസ് പ്ലസ് ഒട്ടിച്ചു. കതിരുകാലി എന്നുള്ളതിനെ കതിരി പ്ലസ് കാല്. തോളിലേറ്റി എന്നുള്ളതിനെ തോളിൽ പ്ലസ് ഏറ്റി. വയിലെല്ലാം എന്നുള്ളതിനെ വയിൽ പ്ലസ് എല്ലാം. വേനലവധി എന്നുള്ളതിനെ വേനൽ പ്ലസ് അവധി. അപ്പോൾ പിരിച്ചെഴുതാനും ഉണ്ടാവും. അതേപോലെ കൂട്ടി എഴുതാനുണ്ടാവും. അപ്പോൾ തിരിച്ച് കൂട്ടി എഴുതുക. അപ്പോൾ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗത്തിൽ നിന്നും വരാൻ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പുറമേ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ അതിൽ തന്നെ ഉണ്ടാവും. അതേപോലെ അനുഭവക്കുറിപ്പ് അല്ലെ, പത്രവാർത്ത, അങ്ങനത്തെ പുറമേ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനില്ലേ, വെള്ളത്തിനെ കുറിച്ചിട്ട്, വെള്ളം സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.